എല്ലാ വികസിത രാജ്യങ്ങളും ഈ പ്രാധാന്യം ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു പരിഷ്കൃതരാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് ബോധം ആർജിക്കുക എന്നുള്ളത് നമ്മുടെ പരിഷ്കൃതമായ സംസ്കൃതമായ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു കേരളത്തിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ നാരോ സ്ട്രിപ്പാണ് നമ്മൾ. ചെറിയ മലയ്ക്ക് ഒരു കടലിനും ഇടയിൽ ഇടുങ്ങി കിടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നമുക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്നുള്ള വാസ്തവമാണ്. മാത്രമല്ല നമ്മൾ എൻക്രോച്ച് ചെയ്യണം. നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമ്മൾ അതിജീവിക്കാൻ വേണ്ടി എൻക്രോച്ച് ചെയ്യണം. നമ്മൾ വനങ്ങളെയും മറ്റ് സ്ഥലങ്ങളെയും എൻക്രോച്ച് ചെയ്യണം. ഇത് അതേ സമയത്ത് തന്നെ ജീവിക്കാൻ സ്ഥലമില്ലാതെ ഈ പറഞ്ഞ നമ്മുടെ വന്യജീവികൾ നമ്മളിലേക്കും എൻക്രോച്ച്, നമ്മുടെ നാട്ടിലേക്കും വരുന്നു. അപ്പോൾ അത് വലിയ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, അത് ഭയങ്കരമായിട്ട് മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ നിർഭാഗ്യകരമായ വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ശാസ്ത്രീയമായി നമ്മൾ സമീപിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നത് ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാരെയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെയുമാണ്. പഠിച്ച ആൾക്കാരെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നല്ല ഗംഭീരമായി പഠിച്ചിട്ടുള്ള ഗവേഷകരും അറിവുള്ളവരും കേരളത്തിലുണ്ട്. ഞാൻ പല ആൾക്കാരോടും സംസാരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അതിന് പരിഹാരവുമുണ്ട്. പക്ഷെ അവർക്കത് ഉറച്ചു പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പോഴും നമ്മുടെ ജനാധിപത്യം ഇപ്പോഴും ഒരു ഫ്യൂഡൽ ജനാധിപത്യം എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്. നമുക്ക് വിധേയത്വമാണ് നമ്മുടെ അധികാരികളോട്. അപ്പോൾ അവർക്കിഷ്ടമുള്ളത്, അവർക്ക് രുചിക്കുന്നത് നേരത്തെ കണ്ടെത്തി അവരോട് പറയാനാണ് നമുക്കെല്ലാം താല്പര്യം. അല്ലാത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ പിന്നിലഴിയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ജനങ്ങളുടെ പിന്നിലഴിയുന്ന രാഷ്ട്രീയ സമൂഹമാണ് നമ്മുടേത്. ആൾക്കാർക്കൊരു കാര്യം രുചിച്ചില്ലെങ്കിൽ നമ്മൾ പതുക്കെ അതങ്ങ് മൂടി വെക്കും, അല്ലേ? അവർക്ക് അസുഖം കൊണ്ട് അവർ മരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ജനങ്ങൾക്ക് സിംഹത്തെ വെടിവെച്ച് കൊല്ലുന്നതാണ് ഇഷ്ടമെങ്കിൽ ശരി, സിംഹത്തെ വെടിവെക്കാം, മയക്ക് വെടിവെക്കാം എന്നുള്ള രീതിയിലാണ്. കടുവയെ കൊല്ലുന്നതാണ് ഇഷ്ടമെങ്കിൽ ശരി, മയക്ക് വെടിവെച്ച് കൊല്ലാം. ആനയെ കൊല്ലുന്നതാണ് ഇഷ്ടമെങ്കിൽ ആനയെ മയക്ക് വെടിവെച്ച് കൊല്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും വെടിവെച്ച് കൊല്ലാം. അപ്പോൾ പട്ടി ശല്യം, പേയ് വിഷബാധയുള്ള പട്ടികളുടെ ശല്യമുണ്ട്. ശരി, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പേയ് വിഷബാധമുള്ള പട്ടികളെ മുഴുവൻ നമുക്ക് കൊന്നുകളയാം. കൊന്നില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. കൊല്ലുന്നതാണ് ശരിക്കും നല്ല കാര്യം. കൊല്ലാതിരിക്കുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമൂഹം വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ? മൃഗങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനത്തെ ഒരു രീതിയാണ് പക്ഷേ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പല ആൾക്കാരും ആ ലോകത്തേക്ക് പോകാനും ആ ലോകത്ത് ജീവിക്കാനും വിമുഖരായിരിക്കുകയും അപരിഷ്കൃതരായി തുടരാൻ ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദുരന്തം. അപ്പം ഇതെല്ലാ രംഗത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ഞാനിപ്പം നേരത്തെ പറഞ്ഞല്ലോ, അതായത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും അവരെയും കൂടെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ മനുഷ്യരെ പോലും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ വളരെ ചിലവുള്ളതും ഇതൊക്കെ അനാവശ്യവും ആണെന്ന് വിചാരിക്കുന്നൊരു സമൂഹമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അതിഭയങ്കരമായ രോഗമായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരികയാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മളുടെ കോവിഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോവിഡിൻ്റെ സാർസ് രോഗാണു എന്ന് പറയുന്ന രോഗാണുവും വവ്വാല് ജീവിച്ചിരുന്ന ഒരു രോഗാണുവാണത്. അപ്പോൾ പുതിയ ഒരു ലോകക്രമത്തിൽ, അതായത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ലോകക്രമത്തിൽ ഈ എല്ലാ ജീവികളും അതിൻ്റെ ഒരു സംഘർഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരം ഔട്ട്ബ്രേക്കുകൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2000-ന് ശേഷം എത്ര രോഗസംക്രമണങ്ങളാണ് ലോകത്തുണ്ടായിട്ടുള്ളത്. 2009 H1N1 ഇൻഫെക്ഷൻ ഉണ്ടായി. അതിനുശേഷം മിഡിൽ ഈസ്റ്റ് ഇൻഫ്ലുവൻസയുടെ ഒരു ക്രൈസിസ് ഉണ്ടായി. സാർസ് അസുഖം ഉണ്ടായി. നമുക്കിപ്പോൾ അതിനുശേഷം കോവിഡിൻ്റെ ഒരു പാൻഡമിക്കാണ്. ഇതെല്ലാം ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ആ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 15 വർഷം കൊണ്ട് 2-3 പാൻഡമിക്സ് ലോകം മുഴുവൻ ബാധിക്കുന്ന രോഗാണു ഭീതിയുടെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രോഗാണുക്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ എബോളയെ പോലൊരു രോഗാണു, അത് നമ്മൾ ആഫ്രിക്കയിലെ ഒരു ചെറിയ സ്ഥലത്ത് മാത്രമാണുള്ളത്. പക്ഷേ ആ രോഗാണു ലോകം മുഴുവൻ വ്യാപിക്കാൻ ശക്തി നേടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ ഈ നിപ്പ എന്നുള്ള അസുഖം, അടിക്കടി ഉണ്ടാകുന്ന ഈ അസുഖം ഏതെങ്കിലും ഒരു സമയത്ത് അത് കൂടുതൽ മനുഷ്യരിലേക്ക് വ്യാപിക്കാനും ഒക്കെ സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അപ്പോൾ ചുരുക്കത്തിൽ ഇതിന് കാരണമാകുന്ന സൂക്ഷ്മജീവികൾക്കും അവർ ജീവിക്കുന്ന
ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും പക്ഷികൾക്കും ഒക്കെ സുരക്ഷിതമായിരിക്കാനുള്ള നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ അവർ ജീവിച്ചാണ്, അവർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ സുരക്ഷയുടെ ഭാഗം തന്നെയാണ്. ഇപ്പം ഉദാഹരണമായിട്ട് പക്ഷിപ്പനിയെ കുറിച്ച് എടുക്കാം. പക്ഷിപ്പനി അടുത്ത കാലത്ത് ഒരുപാട് നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന എന്താണ് ഈ പക്ഷിപ്പനിയുടെ കാരണം? പക്ഷിപ്പനിയുടെ കാരണം ഇതാണ്. അത് പണ്ട് ഈ പക്ഷികൾ ദേശാടന പക്ഷികൾ, ഈ ജപ്പാനിൽ നിന്ന് ചൈനയിൽ നിന്ന് വരുന്ന പക്ഷികൾ ഈ നമ്മുടെ വലിയ ജലാശയങ്ങളുടെ നടുക്കുള്ള ഒറ്റപ്പെട്ട തുരുത്തുകളിലാണ് വന്നിരുന്നത്. അപ്പം അത് കുട്ടനാട്ടിലാണെങ്കിലും വേമ്പനാട്ട് കായലിലാണെങ്കിലും വേമ്പനാട്ട് കായലിൻ്റെ ഉള്ളിലുള്ള മനുഷ്യർ സാധാരണ പോകാത്ത തുരുത്തുകളിലാണ് ഈ പക്ഷികൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കായൽ നികത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കായൽ നികത്തുമ്പോൾ ഈ തുരുത്തുകളിലുള്ള വന്ന് ഇരിക്കുന്ന ദേശാടന പക്ഷികളും നാട്ടിലുള്ള പക്ഷികളും തമ്മിൽ മിക്സ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകും. അങ്ങനെ ദേശാടന പക്ഷികളുടെ ഏതോ സ്ഥലത്തു നിന്ന് വരുന്ന ദേശാടന പക്ഷികളുടെ ശരീരത്തിലുള്ള നമുക്ക് അന്യമായിട്ടുള്ളൊരു സൂക്ഷ്മജീവി നമ്മുടെ നാട്ടിലെ പക്ഷികളിലേക്ക് സംക്രമിക്കും. അതേത് ഘട്ടത്തിലാണ് ഈ പക്ഷികളിൽ വരുന്ന ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കാൻ ശക്തി നേടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇതിനൊക്കെ തെളിവുകളുണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള നോളജ് ഉണ്ട്. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും നമ്മൾ വീണ്ടും നമുക്ക് തന്നെ ദോഷമാകുന്ന തരത്തിൽ നമ്മൾ മറ്റു ജീവികളുടെ അവകാശത്തെ, മറ്റു ജീവികൾക്ക് സുരക്ഷിതമായിരിക്കാനുള്ള അവരുടെ സ്ഥലങ്ങളെ നമ്മൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് കേരളത്തിനെ പോലൊരു സ്ഥലത്ത് അതിഭയങ്കരമായ കോൺസിക്വൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതൊരു പക്ഷേ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഇതൊരു പക്ഷേ അങ്ങനെ ആവണമെന്നില്ല. അത് കേരളത്തെ പോലെ വളരെയധികം ഇടതങ്ങി മനുഷ്യർ പാർക്കുന്ന, കേരളത്തെ പോലെ ഇത്രമാത്രം പച്ചപ്പുള്ള ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള അടിസ്ഥാന ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഒരു ജീവിത രീതിയും നമ്മുടെ പരിസ്ഥിതിയെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. നമ്മളിലേക്ക് രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മളിലേക്ക് രോഗം വരാത്ത രീതിയിൽ ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ, അല്ലെ അതിനൊരു പദ്ധതി നമ്മൾ തന്നെ രൂപീകരിച്ചാൽ നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമായിരിക്കും. അല്ലെങ്കിൽ ഇത് നമുക്ക് ജീവിക്കാൻ തീരെ വളരെ മോശപ്പെട്ടൊരു സ്ഥലമായി മാറും. നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ രോഗത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ എലിപ്പനി വളരെ ശക്തമായി തിരിച്ചു വരുന്നു, അതിന് തീഷ്ണത കൂടുന്നു, ഡെങ്കിപ്പനി ഭയങ്കരമായി വരുന്നു. ആ രോഗാണു ഇന്ന് വരെ നേടാത്ത ശക്തി നേടുന്നു. പലപ്പോഴും ഈ രോഗത്തിൻ്റെ സ്വഭാവം മാറുന്നു. ഡോക്ടർമാർക്ക് തന്നെ ഈ എലിപ്പനിയുടെ പ്രശ്നം വെച്ചാൽ എന്താണ്, രോഗലക്ഷണങ്ങൾ ആദ്യകാലത്ത് പോലെ അല്ല. ഡോക്ടർമാർക്ക് അത് ആദ്യ സമയത്ത് തന്നെ അത് ഡയഗ്നോസ് ചെയ്യാൻ വയ്യാതാവുന്നു. ആ രോഗാണുവിന് ചേഞ്ച് ഉണ്ടാകുന്നു, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാകുന്നു. കോളറ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ആലോചിച്ച് നോക്കൂ, കോളറ അത്രമാത്രം ദയനീയമാണ്. വയറിളക്ക രോഗങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നു. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഭയങ്കരമായിട്ട് കണ്ടാമിനേറ്റ് ആവുന്നു. നമ്മുടെ സർഫസ് വാട്ടർ, അതായത് ഗ്രൗണ്ട് വാട്ടർ എന്നുള്ള ഭൂമി കടിക്കിടക്കുന്നതാണ്. ഭൂമി കടിക്കിടക്കുന്ന ജലം പോലും മലിനമാകുന്നു. നമ്മുടെ സർഫസ് വാട്ടർ, നമ്മുടെ നദികൾ മലിനമാകുന്നു. ഇത് നമ്മളെ എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഈ 2018 നിപ്പ അത്തരത്തിൽ ഒരു ഭയങ്കരമായൊരു വാണിംഗ് ആയിരുന്നു, മുന്നറിയിപ്പായിരുന്നു. നമ്മുടെ പബ്ലിക് ഹെൽത്തിൻ്റെ, നമ്മുടെ പൊതുജനാരോഗ്യത്തിൻ്റെയും നമ്മുടെ പൊതുജനാരോഗ്യ സ്റ്റാറ്റസിൻ്റെയും നേരെയുള്ള ഭീഷണിക്ക് നേരെയുള്ള ഒരു വാണിംഗ് ആയിരുന്നു എന്ന് നമ്മളിത് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്, അല്ലേ? നമ്മൾ അമർച്ച ചെയ്തിരുന്ന രോഗങ്ങളൊക്കെ ഒന്നൊന്നായി തിരിച്ചു വരുന്നു. അപ്പോൾ ഈ സൂചനകൾ നമ്മൾ മനസ്സിരുത്തി ആലോചിക്കണം. അത് ഗവൺമെൻറ്റുകൾ മാത്രം പോരാ, പഞ്ചായത്തുകൾ മാത്രം പോരാ, സാധാരണ മനുഷ്യനും ജനങ്ങൾക്കും ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർ ശബ്ദമുയർത്തേണ്ട സ്ഥലത്ത് ശബ്ദമുയർത്തണം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സമാധാനപൂർണ്ണമായിട്ട് ഈ മനോഹരമായ സ്ഥലത്ത്, കേരളത്തെ പോലെ മനോഹരമായ സ്ഥലം വേറെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ നിറയെ വെള്ളവും മരങ്ങളും ഒക്കെയുള്ള ഈ സ്ഥലത്ത് നമുക്ക് ശാന്തമായി ജീവിച്ചു പോകാം.